ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ, ഇന്ന് നോമ്പ് തുറക്കുമ്പോഴത്തേന് എന്താ ഉണ്ടാക്കണത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ വെജിറ്റബിൾ കുറുമയും നല്ല ഉഴുന്ന് ദോശയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും ഒരു ചെറിയൊരു തക്കാളി കേട്ടോ. തക്കാളി ഇട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു സുഖമില്ലായ്മ. അപ്പോൾ ഞാൻ തക്കാളി ഇട്ടു കേട്ടോ. എന്നിട്ട് അത് വേവിക്കാൻ വെച്ചു. നമ്മൾ നോമ്പല്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ രാത്രി കിടക്കുമ്പോഴേ വിചാരിക്കൂലേ പെണ്ണുങ്ങൾ, നാളെ എന്താ കടി കറി എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കൂലേ. ഇപ്പോൾ നോമ്പ് വന്നതിന് ശേഷം രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ആലോചിക്കാൻ തുടങ്ങും, വൈകുന്നേരത്തേക്ക് എന്താ ഉണ്ടാക്കണ്ടേ നോമ്പ് തുറക്കുമ്പോഴത്തേന് എന്നുള്ളത് ആലോചിക്കൂലേ. അപ്പം ഞാനിന്ന് ഗ്രീൻ പീസാണ്. അത് വെന്ത് വന്നപ്പോഴത്തേന് ഇതാക്കണം, ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, സ്പൈസസ് ഒക്കെ ഇട്ടെടുത്തു. പിന്നെ ഒരു അരമുറി വല്യുള്ളി കേട്ടോ. എനിക്കെല്ലാം കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് സാധനത്തിനൊന്നും വലിയ ചിലവൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്ത് തീ വില പിടിച്ച് കണ്ട് വില വന്നു കഴിഞ്ഞാലും എന്താ പറയുക, എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഒക്കെ കുറേശ്ശെ മതിയല്ലോ. അപ്പോൾ ഇനി ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസൊക്കെ നമ്മൾക്ക് ഈ ഒരു ഉള്ളി ഇങ്ങനെ വാടി വന്നിട്ടില്ല അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു കറി ഒന്ന് കുറുകണത് വരെ ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട്, അതൊന്ന് വറ്റി വരുമ്പോഴാണ് ഞാൻ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ പീസ് ഇതാക്കണോ, ഇതിങ്ങനെ കിടക്കണ കണ്ടപ്പോഴേ എനിക്കിത് വെന്ത് വന്നിട്ടില്ല എന്ന് തോന്നൽ കേട്ടോ. അപ്പം ഞാൻ അതിനെടുത്തിട്ടൊന്ന് നെക്കി നോക്കുകയാണ്. അപ്പം നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സമാധാനം കിട്ടി കേട്ടോ. ഇനി ഇതിവിടെ കിടന്നിട്ട് കറിയൊക്കെ ഒന്ന് കുറുകി വരട്ടെ. ആ സമയം കൊണ്ട് നമ്മളെ ദോശമാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിക്കണമെന്ന് നോക്കാം കേട്ടോ. പൊങ്ങാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല, കാരണം അമ്മാതിരി ചൂടാണല്ലോ ഇപ്പോൾ. ഞാൻ രാവിലെ എണീറ്റിട്ട് കേട്ടോ ദോശക്കുള്ള അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടത്. രാവിലെ എണീറ്റിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു 5 മണി 5:30ക്കൊക്കെ കേട്ടോ ഞാൻ ഉഴുന്ന് വെള്ളത്തിലിടുന്നത്. അപ്പോഴാണ് ഇത് ഓർത്തത് ഇന്ന് ദോശ ചൂടാന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 8:30 9 മണിയൊക്കെ ആകുമ്പോഴാണ് മാവ് കൂട്ടി വെക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ചൂട് അതുപോലത്തെ ചൂട്, എന്ത് ചൂട്. അപ്പോൾ ആ ചൂടിൽ നല്ല മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതിന് കുറച്ചും കൂടെ മാറ്റി ഇന്നത്തേക്കുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അത് കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ അപ്പക്കാരൊന്നും ഇട്ട് കൊടുക്കണില്ല, കാരണം മാവ് അത്യാവശ്യം നല്ല പൊങ്ങി റെഡായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പക്കാരം കൂടി ഇട്ടിട്ട് ഈ റമദാൻ മാസം നമ്മൾ നോമ്പ് എടുത്തുകൊണ്ട് അത് നമ്മൾ വയറ്റിക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ വയറിന് വലിയൊരു സുഖം പോരാണ്ടാവും കേട്ടോ. അപ്പം ഞാൻ പിന്നെ അപ്പക്കാരൊന്നും ഇട്ടിട്ടില്ല, വെറുതെ വയറിനെ ചീത്തയാക്കണ്ടല്ലോ. അപ്പോൾ ഇതാക്കണം, ഇവിടെ കറിയൊക്കെ നല്ലപോലെ കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ തേങ്ങ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചു, എന്നിട്ട് ഞാൻ പിഴിഞ്ഞിട്ട് പാലിനെടുത്തു. അപ്പോൾ മുഴുവനായിട്ടിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ കറി കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു നീണ്ടൊരു കറി പോലെ അല്ലേ, ഒരു സറസറ പോലെ. പക്ഷേ ഇത് ചൂടാറിയിട്ട് വരുമ്പോൾ നല്ല തിക്ക് ക്രീം പരുവായിട്ടുണ്ടാവും കേട്ടോ. തിക്കൊരു ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിച്ചപ്പോൾ. ഞാനിത് എന്താ പറയുക, വെജിറ്റബിൾ കറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര ഒരു എരിയും പുളിയൊന്നും ഇല്ലാത്ത കൊണ്ടേ ഒരു സുഖം കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് അത് വിചാരിച്ചിട്ട് എനിക്ക് ഈ നോമ്പിന് ചിക്കൻ വേണം, ബീഫ് വേണം, അതൊന്നും എനിക്ക് നിർബന്ധമല്ല. എനിക്ക് മീനായാലും മതി കേട്ടോ. മീൻ എനിക്ക് മടുക്കൂല കേട്ടോ. ചിക്കനും ബീഫൊക്കെ 2 ദിവസമൊക്കെ കഴിക്കുമ്പോഴത്തേന് എനിക്ക് മടുപ്പ് വരും. പിന്നെ എനിക്കൊരു 10-20 ദിവസത്തിന് എനിക്കതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷെ മീൻ എനിക്ക് മടുക്കൂല. കാരണം എന്താ വെച്ചാൽ ഇന്ന് അയിലാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ മത്തി മേടിക്കും, പിന്നെ നമ്മൾ വേറെ മീൻ മേടിക്കും. അങ്ങനെ ഓരോ മീനിനും ഓരോ ടേസ്റ്റല്ലേ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും മീനിനോടാണ് കേട്ടോ ഇഷ്ടം. ചിക്കനൊക്കെ കഴിക്കുമെന്ന് ചോദിച്ചാൽ കഴിക്കും, പക്ഷെ അതിനോടൊന്നും അത്ര ഒരു ഇഷ്ടമുണ്ടല്ലോ, അതില്ല. അപ്പോൾ അതാ ദോശയൊക്കെ നല്ല എന്താ പറയുക സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ദോശയ്ക്ക് മാവൊക്കെ കൂട്ടിച്ചിട്ട് അത് പൊങ്ങി വരുമ്പോഴാണ് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഞാനൊന്നും കൂടി പുളിയാവും കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ തന്നെ എൻ്റെ മോൻ പറയും സ്വന്തം പുകഴ്ത്തിയാണെന്ന് പറയട്ടെ, എസ്പിയാണെന്നൊക്കെ പറയട്ടെ എന്നെ കളിയാക്കും കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓനോട് പറയും, എടാ നല്ല രസമില്ലേ, നല്ല ടേസ്റ്റ് ഇല്ലേ. ഓൻ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും നല്ല ആസ്വദിച്ച് കഴിക്കൂട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ രസമുള്ള കാര്യങ്ങൾ ഓന് അങ്ങനെ പറയാം, നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ പറയും കേട്ടോ. ടേസ്റ്റുള്ള കാര്യമാണെങ്കിൽ, ഇല്ലെങ്കിൽ അതെന്താ അങ്ങനെ ശരിയായില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഓനാണ് എൻ്റെ ടെസ്റ്റർ ശരിക്കിന്. ഞാൻ എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഓനത് ആസ്വദിച്ച് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ടും ദുബായിലായതുകൊണ്ട്
എൻ്റെ ടെസ്റ്ററും എൻ്റെ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കുക, ഞാൻ തന്നെ ആസ്വദിച്ച് കഴിക്കുക. ഞാൻ ഉണ്ടാക്കുന്ന ഒരുപാട് ഫുഡിൽ ഓന് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഓനിവിടെ നാട്ടിലുള്ള സമയത്ത് ഓനിക്ക് എന്താണോ ഇഷ്ടം അതാണ് ഞാൻ നോക്കാറ് കേട്ടോ. കാരണം ഓന് ഇഷ്ടപ്പെട്ട കറികൾ കൂട്ടാൻ അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കുക. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ ഇഷ്ടമുണ്ട്, അത് ഓന് ഇഷ്ടമല്ലാത്തതായിരിക്കും. അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ നോക്കാറില്ല. പിന്നെ ഞാൻ നോമ്പ് തുറക്കാനായപ്പോഴത്തേക്കും ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടോ. വീഡിയോ എടുക്കുന്നത് കാരണം കൊണ്ട് നമ്മളൊന്ന് സെറ്റാക്കി വെക്കുമല്ലോ. അപ്പോൾ അതാ കറി ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ നല്ല ക്രീം പരുവായിട്ടില്ലേ. പിന്നെ അതാ ദോശ. പിന്നെ ഞാനുണ്ടല്ലോ ഈ വെജിറ്റബിൾ കറി തന്നെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും ഇവിടെ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി എനിക്ക് 2-3 ദിവസത്തിന് ഉണ്ടാവും. ഇനി 2-3 ദിവസം എനിക്ക് അടുക്കള പരിസരത്തോട്ട് എനിക്ക് വരണ്ട. കഴിക്കുക, പാത്രം കഴുകുക, പോവുക, അത്ര മാത്രമേ ഇട്ടുള്ളൂ പണി ഉണ്ടാവുക. അപ്പോൾ നല്ല ഈ ഒരു കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ അടുത്ത് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ നമുക്ക് ഒരു തക്കാളിയോ ഒന്നും നമ്മൾക്ക് കറിയിൽ ഇങ്ങനെ കാണൂല. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അത് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് വിട്ടുതരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വത്തക്കയും മുന്തിരി ജ്യൂസും. അപ്പോൾ ഇത് മാത്രമാണ് ഇന്നത്തെ നമ്മളെ നോമ്പ് തറ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാവരും എന്നെ ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മളെ വീഡിയോ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവൻ കണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഇനി നിങ്ങളും അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ആസ്വദിച്ചിട്ട് കഴിക്കണം കേട്ടോ. നമ്മളുണ്ടാക്കുന്ന ഫുഡ് നമ്മൾ തന്നെ ആസ്വദിക്കുമ്പോഴാണ് നമുക്കതിനോടൊരു ഇഷ്ടം ഉണ്ടാവുക. അപ്പം എല്ലാവരും ഇതേപോലെ ഈ റംസാൻ മുഴുവനും ഹെൽത്തിയായി സന്തോഷമായി ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.